യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോ പല അന്ധർക്കും കാഴ്ച നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ ജന്മന അന്ധനായ മനുഷ്യന് കാഴ്ച നൽകിയപ്പോൾ അവന് ആന്തരിക കാഴ്ച കൂടി ലഭിക്കുകയാണ്. യേശു എന്ന മനുഷ്യനാണ് തന്നെ സുഖപ്പെടുത്തിയതെന്നാണ് അയാൾ ആദ്യം പറയുക. പിന്നീട് പറയുന്നു യേശു പ്രവാചകനാണെന്ന്, പിന്നീട് യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നും, അവസാനമായി യേശുവിനെ കർത്താവായി കണ്ട് അംഗീകരിച്ച് ആദരിച്ച് ആരാധിച്ച് സ്വീകരിക്കുന്നു. അങ്ങനെ അവന് കാഴ്ച ലഭിക്കുകയാണ്. എന്നാൽ കാഴ്ചയുള്ളവനെന്ന് പറഞ്ഞിരുന്ന ഫരിസേയരെ സംബന്ധിച്ചിടത്തോളം യേശുവിൽ കർത്താവിനെ കാണാൻ സാധിക്കുന്നില്ല. സാപത്ത് ലംഘിക്കുന്ന ഒരു പാപിയായിട്ട് മാത്രം യേശുവിനെ കണ്ട അവർക്ക് അന്ധത ബാധിക്കുകയാണ്. ഇന്നത്തെ വചനത്തിൻ്റെ പശ്ചാത്തലം അതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാഴ്ചയുള്ളവരാണെന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ അനുദിനം കാണുന്ന സംഭവങ്ങളിൽ, വ്യക്തികളിൽ യേശുവിനെ കാണാൻ, യേശുവിൻ്റെ കരം ദർശിക്കാൻ, യേശുവിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ കാഴ്ചയുള്ളവരാണെങ്കിലും ആത്മീയ അന്ധത, ഉൾക്കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.